കുഞ്ഞാലിക്കുട്ടിക്ക് വിമർശനം. മലപ്പുറം നിയോജക മണ്ഡലം കോൺഗ്രസ് യോഗത്തിൽ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുണ്ടായി. കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പുല്ലുവിലയാണ് നൽകുന്നത് എന്നാണ് വിമർശനം. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, മലപ്പുറത്ത് ജയിപ്പിച്ചതൊക്കെ വലിയ വലിയ ചരിത്ര വിജയം എന്ന നിലയ്ക്ക് ആഘോഷിക്കപ്പെട്ടതാണ്. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു എതിരഭിപ്രായം ഉയരുന്നത്. എന്താണ് കാരണം? ദിവിഷ്, അതായത് കോൺഗ്രസ് മലപ്പുറം നിയോജക മണ്ഡലം യോഗത്തിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നത്. അതായത് മന്ത്രി ആയതിനു ശേഷം മലപ്പുറം MLA ആയതിനു ശേഷം വേണ്ട വിധത്തിലുള്ള പരിഗണന കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പല ഔദ്യോഗിക പരിപാടികളുടെയും മന്ത്രിയുടെ മണ്ഡലത്തിലെ പരിപാടികൾ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളെയോ പ്രവർത്തകരെയോ അറിയിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉണ്ടായിരുന്നു, അതൊക്കെ നടക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ പോലും അറിയാതെയാണ് എന്നുള്ളതാണ്. മുൻപത്തെ MLA ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ലായിരുന്നു ഇത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കായി വളരെ ഉണർവോടെ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് ഏൽക്കുന്ന നിരാശയാണ്. ആ നിരാശയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കത്ത് ഇറക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ എന്തായാലും പറയുന്നത് നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം, ലീഗിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ഇടപെടൽ ഉണ്ടാകണം, കാര്യങ്ങൾ പഴയ രീതിയിലേക്ക് ആക്കണം എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള അതൃപ്തിയുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി. പി.കെ. കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ട വിധത്തിൽ ഒരു പരിഗണന നൽകുന്നില്ല എന്നതാണ് കോൺഗ്രസിലൊരു നിശ്ചിതമായ വിമർശനത്തിന് കാരണമായി വന്നിരിക്കുന്നത്.